ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് കരുതി എല്ലാവരുടെ മുമ്പിൽ വെച്ച് അമ്മ എന്നെ ഇങ്ങനെ അപമാനിക്കരുതെന്ന് ജയറാം പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ ദേവനെ പോലെ വെച്ച് പൂജിക്കാം. ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു, അതിനമ്മ എന്നെ ഇരിക്കപ്പിണ്ടം വെക്കുകയും ചെയ്തു. ഇതിലും വലിയ എന്തൊക്കെയോ തെറ്റുകളാണ് ഓരോരോ ക്രിമിനലുകൾ ചെയ്തു കൂട്ടുന്നത്. എന്താടാ നീ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ലേ? നിയന്ത്രണം വിട്ട് ഞാൻ വിളിച്ച് പലതും പറയും. ദേവിക്കില്ലാത്ത ശത്രുത അമ്മയ്ക്ക് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തതെന്ന് ജയറാം പറയുന്നു. നീ പെരുവഴിയിലാക്കി പോയപ്പോഴേ ആത്മഹത്യക്കൊരുങ്ങി ഇവളെ കര പിടിച്ച് കയറ്റിയത് ഞാനാടാ. എൻ്റെ മകളാണിവൾ, ഞാനിവൾക്ക് അമ്മയും. ഇതിനപ്പുറം നിന്നോട് എനിക്കൊന്നും തന്നെ പറയാനില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അതേസമയം കൈമൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ദേ വന്നല്ലോ, നിന്റെ വക്കാലത്തുമായി നീയെ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി. ജനാർദ്ദന കൈമളിൻ്റെ രണ്ടാം ഭാര്യയിലുണ്ടായ മകനാണെന്ന് അദ്ദേഹം അങ്ങ് കരുതിക്കോളും. എൻ്റെ കൺവെട്ടത്തിന് നിന്നെ കാണരുതെന്നും രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുമ്പോൾ വിഷമത്തോടെ ജയറാം അവിടുന്ന് പോകുന്നു. തുടർന്ന് കൈമൾ ജയറാമിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് DGPയുടെ ഓഫീസാണ്. ഇതിനോടകം സാവിത്രിയുടെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. കാർത്തിയെ വിളിപ്പിച്ചിട്ട് DGP ചോദിക്കുകയാണ്, താൻ ഈ വീഡിയോ കണ്ടിരുന്നോ? ACPയുടെ അമ്മ ACPക്ക് വേണ്ടി സ്ത്രീധനം ചോദിക്കുന്നു. ഈ വീഡിയോയിലുള്ളത് ആരൊക്കെയാണെന്ന് DGP ചോദിക്കുമ്പോൾ അമ്മയും അമ്മയുടെ അമ്മയും പിന്നെ എൻ്റെ വളർത്തമ്മയാണെന്നും കാർത്തി പറയുന്നു. സ്ത്രീധനം ചോദിക്കുന്ന ഈ സ്ത്രീ എന്താ തൻ്റെ അമ്മയല്ലേ എന്ന് DGP ചോദിക്കുമ്പോൾ അതേന്ന് കാർത്തി പറയുന്നു. സ്ത്രീധനം ചോദിച്ചാലും വാങ്ങിച്ചാലും എന്തൊക്കെ കുറ്റങ്ങളാണെന്നും എന്തൊക്കെ ശിക്ഷ കിട്ടുമെന്നും തനിക്ക് പ്രത്യേകിച്ച് ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാമെന്ന് കാർത്തി പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ അമ്മയാണെന്ന് ഈ സ്ത്രീ എന്താ മറന്നുപോയോ എന്ന് DGP ചോദിക്കുന്നു. അതാ സാർ ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയിൽ എന്തോ ചതിയുണ്ടെന്ന്. എന്ത് ചതി? ഒരു കാട്ടുതീ പോലെ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മാരേജ് തന്നെ നടന്നത് ഇല്ലീഗലായിട്ടാണ്. അതിൻ്റെ അന്വേഷണത്തിന് ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴോ നിങ്ങളെല്ലാവരും ചേർന്ന് കാര്യങ്ങളെല്ലാം തകിടം മറിച്ചു. എന്തൊക്കെയാ ACP തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളുമാണല്ലോ. എത്രയും പെട്ടെന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണം. എന്താണെങ്കിലും നിങ്ങളുടെ അമ്മയെ അറസ്റ്റ് ചെയ്യും, തൻ്റെ ജോലി ചെയ്ത് ബാധിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന കാർത്തി ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കാർത്തി വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് സാവിത്രി. എന്നാലും മീനാക്ഷി, ഞാൻ നിന്റെ അമ്മായിയല്ലേ, നിനക്കെന്നോടിത് എങ്ങനെ ചെയ്യാൻ തോന്നി? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, എൻ്റെ മകൻ്റെ ജോലിയും പോകും. തുടർന്ന് കാർത്തി പറയുകയാണ്, മൈഥിലിയെ പോകാൻ സഹായിച്ചത് നീയാണെന്ന് പറഞ്ഞെങ്കിലും എപ്പോഴോ എൻ്റെ ഉള്ളിലും നിന്നോടൊരിഷ്ടമുണ്ടായിരുന്നു. പക്ഷേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മീനാക്ഷി. സത്യമായിട്ടും ACP ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫോണിൽ നിന്ന് അതെങ്ങനെയാ സെൻഡായതെന്ന് എനിക്കറിയുകയുമില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ നീയേ അത് ചെയ്യൂ. പല പ്രാവശ്യം DGPക്ക് അത് അയച്ചു കൊടുക്കുമെന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ സാവിത്രി പറയുമ്പോൾ എൻ്റെ ദൈവമേ, ഞാനിത് എങ്ങനെയാവുന്നു തെളിയിക്കുക? അമ്മായി, ACP, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല. എൻ്റെ കുഞ്ഞാണ് സത്യം. ഒരു തമാശ എന്ന രീതിക്കാ ഞാൻ ആ വീഡിയോ കൊണ്ടു നടന്നത് എന്നൊക്കെ മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സാവിത്രി പറയുകയാണ്, വേണ്ട വേണ്ട, കുഞ്ഞിനെ പിടിച്ച നീ കള്ളസത്യമൊന്നും ഇടാൻ നിൽക്കണ്ട, കുഞ്ഞിനെന്തെങ്കിലും പറ്റും. അതേസമയം നന്ദിനി അങ്ങോട്ടേക്ക് വരുമ്പോൾ മീനാക്ഷി പറയുകയാണ്, എൻ്റെ അമ്മയാണേ സത്യം, സത്യമായിട്ടും ഞാനിതൊന്നും ചെയ്തിട്ടില്ല. മീനാക്ഷി അങ്ങനെയൊന്നും ചെയ്യില്ല മോനെ, നീ അവളെ തെറ്റിദ്ധരിക്കരുതെന്ന് നന്ദിനി പറയുമ്പോൾ പിന്നെ എങ്ങനെയാ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതെന്ന് കാർത്തി ചോദിക്കുന്നു. എന്താണെങ്കിലും എല്ലാവർക്കും സന്തോഷമായല്ലോ, ഇന്നത്തോടെ എൻ്റെ ജോലി തെറിക്കും, ഇത് ഇവള് തന്നെ ചെയ്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തി ദേഷ്യത്തിൽ മുറിയിലേക്ക് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയാണ്. നന്ദിനി മീനാക്ഷി ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ മീനാക്ഷി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മോൾ ഒരു കാര്യം ചെയ്യ്, ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന നന്ദിനിയാണ്. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഹോം മിനിസ്റ്ററിനെ, ഒന്ന് വിളിച്ച് സംസാരിക്കുമോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ ഹോം മിനിസ്റ്ററിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമ്മേ, ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം തെളിയിക്കണം, അല്ലാത്ത പക്ഷം എനിക്കൊന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ് മിനിസ്റ്റർ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് കോള് കട്ട് ചെയ്തതിനു ശേഷം നന്ദിനിയോട് ഒരു ദിവസത്തിനുള്ളിൽ സാവിത്രി തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ നിൽക്കുന്ന സാവിത്രിയാണ്. അതേസമയം ദേഷ്യത്തോടെ ചെല്ലുന്ന രാജലക്ഷ്മി അമ്മ സാവിത്രിയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്.
എന്താടി നിനക്കറിയില്ലേ സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണെന്ന്? അറിയാം അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചു പോയതാ. തുടർന്ന് രാജലക്ഷ്മി അമ്മയോട് ക്ഷമ ചോദിച്ച് കാലിൽ പിടിച്ച് മാപ്പ് പറയുകയാണ് സാവിത്രി. ഇനിയുള്ള കാലം സ്ത്രീധനമൊന്നും ചോദിക്കാനും വാങ്ങിക്കാനും പാടില്ലെന്ന് പറഞ്ഞ് സാവിത്രിയുടെ കവളിൽ തലോടിക്കൊണ്ട് രാജലക്ഷ്മി അമ്മ അകത്തേക്ക് പോകുന്നു. അതേസമയം ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയുമാണ്. നീ മനഃപൂർവ്വം എൻ്റെ അമ്മയെ ചതിച്ചതാ എന്ന് കാർത്തി പറയുമ്പോൾ അല്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.